വൃന്ദാവന യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു പീലി പൊഖാർ. കാരണം ഈ ചെറിയ സരോവരത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ശ്രീ രാധാറാണിയുടെ ജീവിതത്തിലെ അതിമനോഹരമായ ഒരു ലീലയാണ്. പീലി പൊഖാർ എന്ന പേരിന് എന്താണ് അർത്ഥം? മറ്റ് സരോവരങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ വെള്ളത്തിന് മഞ്ഞ നിറം തോന്നുന്നത് എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് ഭക്തർ ഇന്നും ഈ സ്ഥലത്തെ അതീവ ഭക്തിയോടെ സന്ദർശിക്കുന്നത്? ആ മനോഹരമായ കഥയിലേക്കും എനിക്കവിടെ ലഭിച്ച അനുഭവത്തിലേക്കും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഹരേ കൃഷ്ണ. വൃന്ദാവന യാത്രയുടെ ആദ്യ ദിവസം ഞങ്ങൾ എത്തിയിരുന്നത് ബർസാനയിലായിരുന്നു. വൃന്ദാവനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ ബർസാനയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ശ്രീ രാധാറാണിയാണ്. വൃഷഭാനു മഹാരാജാവിൻ്റെയും കീർത്തിദാദേവിയുടെയും മകളായി ശ്രീ രാധാറാണി വളർന്നു വന്ന വിശുദ്ധമായ ഭൂമി, അനന്തമായ രാധാകൃഷ്ണ ലീലകൾക്ക് സാക്ഷ്യം വഹിച്ച പുണ്യസ്ഥലം. 4 കുന്നുകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഗ്രാമമാണ് ബർസാന. ഭക്തപരമ്പര പ്രകാരം ആ 4 കുന്നുകളും ബ്രഹ്മപർവ്വതം, വിഷ്ണുപർവ്വതം, ശങ്കരപർവ്വതം, ഇന്ദ്രപർവ്വതം എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഈ കുന്നുകളിൽ ഒന്നിൻ്റെ മുകളിലാണ് പ്രശസ്തമായ ശ്രീജി മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. ശ്രീ രാധാറാണിയെ ലാഡ്ലി ജി എന്ന ഭാവത്തിൽ ആരാധിക്കുന്ന അതിമഹത്തായ ക്ഷേത്രമാണ് ശ്രീജി മന്ദിർ. ശ്രീജി മന്ദിറിന്റെ ചരിത്രവും അവിടുത്തെ അത്ഭുതകരമായ ലീലകളും മറ്റൊരു വീഡിയോയിൽ വിശദമായി പങ്കുവയ്ക്കാം. ഈ ശ്രീജി മന്ദിറിന്റെ പരിസരത്തിലുള്ള ഒരു ദിവ്യമായ സരോവരമാണ് പീലി പൊഖാർ. സത്യത്തിൽ ഞങ്ങളുടെ യാത്രയുടെ ഷെഡ്യൂളിൽ ഇതുണ്ടായിരുന്നില്ല. ഈ സ്ഥലത്തെക്കുറിച്ച് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ തന്നെ ഒരിക്കൽ വൃന്ദാവനത്തിൽ പോകാൻ ഭാഗ്യം ലഭിച്ചാൽ ഈ സ്ഥലം നേരിൽ കാണണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഗൈഡ് പ്രഭുജിയോട് ഞാൻ മെല്ലെ ചോദിച്ചു, പ്രഭുജി, സമയമുണ്ടെങ്കിൽ പീലി പൊഖാർ ഒന്ന് കാണാൻ കഴിയുമോ? സമയമില്ലെങ്കിൽ പ്രശ്നമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പ്രഭുജി ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോയി. പീലി പൊഖാറിൻ്റെ കരയിലെത്തിയപ്പോൾ എനിക്കിത് ഏത് സരോവരമാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് അവിടുത്തെ വെള്ളമായിരുന്നു. മറ്റ് പല സരോവരങ്ങളെ അപേക്ഷിച്ച് ഇതിന് ഇളം മഞ്ഞയും പച്ചയും കലർന്ന ഒരു നിറമായിരുന്നു. അപ്പം തന്നെ മനസ്സിലായി, ഇത് പീലി പൊഖാറാണ്. അത് കണ്ടതും വളരെ സന്തോഷമായി. ഞാൻ എൻ്റെ മനസ്സിൽ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ആ മനോഹര ലീല ഓർത്തുപോയി. എന്നാൽ ആ ലീല അത് തുടങ്ങുന്നത് പീലി പൊഖാറിലല്ല. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ എൻ്റെ ഗുരുനാഥനും ഞങ്ങൾ അവതാര പുരുഷനായി ആരാധിക്കുന്ന ശ്രീ കൃഷ്ണപ്രേമി സ്വാമികൾ, ശ്രീ അണ്ണ എന്ന വിഖ്യാതനായ സമകാലത്തിലിരുന്ന മഹാൻ, അദ്ദേഹം രചിച്ച അതിമനോഹരമായ സംസ്കൃത ഗ്രന്ഥമായ ശ്രീ വൃന്ദാവന മാഹാത്മ്യം എന്ന പുരാണതുല്യമായ കൃതിയിൽ വളരെ ഹൃദയസ്പർശിയായി വിവരിക്കുന്നുണ്ട്. ഭാഗ്യവശാൽ ആ മഹാത്മാവിനെ ജീവിതത്തിൽ ഒരിക്കൽ നേരിൽ കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാനും എനിക്ക് അവസരം ലഭിച്ചിരുന്നു. എൻ്റെ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ പ്രേമപുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആ ദിവ്യലീല വർണ്ണിക്കാം. ഒരു സമയം ശ്രീകൃഷ്ണൻ ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വന്നതിന് ശേഷം പശുക്കളെ മേയ്ക്കാനായി വനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആദ്യമായി രാധാറാണിയും കൃഷ്ണനും പരസ്പരം കണ്ടുമുട്ടുന്നത്. ആദ്യ ദൃഷ്ടിയിൽ തന്നെ പരസ്പരം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭൂതി ഇരുവരുടെയും ഹൃദയത്തിൽ ഉദിച്ചു. അല്പസമയം അവർ നോക്കി നിന്നു. പിന്നീട് വേർപിരിയേണ്ടി വന്നു. പക്ഷേ ആ ഒരു കൂടിക്കാഴ്ച മതിയല്ലോ. രാധാറാണിയുടെ മനസ്സ് മുഴുവൻ ശ്രീകൃഷ്ണനിൽ ലയിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ രാധയ്ക്ക് കഴിഞ്ഞില്ല. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും മനസ്സിൽ നിറയുന്നത് ശ്രീകൃഷ്ണന്റെ മനോഹരമായ മുഖപങ്കജം മാത്രം. വിരഹം ഓരോ നിമിഷവും വർദ്ധിച്ചു കൊണ്ടിരുന്നു. ചിലപ്പോൾ ശ്രീകൃഷ്ണനെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെ കൈകൾ വിടർത്തും. ചില സമയം കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണീർ പൊഴിക്കും. ചിലപ്പോൾ പുഞ്ചിരിക്കും. അടുത്ത നിമിഷം വിരഹം സഹിക്കാനാകാതെ മൂർച്ഛിച്ചു വീഴും. ഭക്ഷണത്തിലും ജലത്തിലും ഒന്നും മനസ്സ് പതിയാതെ ശ്രീകൃഷ്ണനാമം ജപിച്ചുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന്റെ തിരുവടി ചിഹ്നങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ആ ദിവ്യ സംഗമത്തിനായി രാധാറാണി ഓരോ ദിവസവും കാത്തിരുന്നു. മനസ്സിൽ ഒരേ ഒരു ചിന്ത, ശ്രീകൃഷ്ണൻ. ഇതേ വിരഹം ശ്രീകൃഷ്ണനും അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്ന് എൻ്റെ ഗുരുനാഥർ പറയുന്നു. കാരണം ഭക്തന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സ്നേഹം ഭഗവാനും അനുഭവിക്കുന്നു എന്ന് പല മഹാന്മാരും പറയാറുണ്ടല്ലോ. യേ യഥാ മാം പ്രപദ്യന്തേ താംസ്തഥൈവ ഭജാമ്യഹം എന്ന് ഭഗവാന്റെ തന്നെ വചനമല്ലേ.
ഭഗവത്ഗീതയിൽ. എൻ്റെ ഭക്തന്മാരെ എന്തൊരു ഭാവനയോടെയാണോ എന്നെ ഭജിക്കുന്നത് അതേ ഭാവനയോടെ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു എന്നാണ് ഭഗവാന്റെ വചനം. അപ്പോൾ രാധയ്ക്ക് എത്ര കൃഷ്ണവിരഹമുണ്ടോ അത്രയ്ക്ക് തന്നെ രാധാവിരഹം കൃഷ്ണനുമുണ്ട്. കണ്ണനും രാധാറാണിയെ ഓർത്ത് വിരഹത്തിൽ ഉരുകുകയായിരുന്നു. പക്ഷെ രാധാവിരഹം രാധാറാണിയുടെ സഖിമാർക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. ലളിതാദേവിയും വിശാഖാദേവിയും അത് കണ്ടു. അവർ രാധയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പൗർണമാസി എന്ന വൃദ്ധയായ ഒരു ഗോപി വൃഷഭാനുഗ്രഹത്തിൽ ചെന്ന് രാധാറാണിക്ക് ചില വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപദേശിക്കുന്നത്. രാധയ്ക്ക് പ്രേമം ഭഗവാൻ കൃഷ്ണനോടാണ് എന്ന് മനസ്സിലാക്കി അവർ ഉപായങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. രാധേ, നിനക്ക് ശ്രീകൃഷ്ണന് ഭർത്താവായി വരിക്കണമെന്നുണ്ടെങ്കിൽ തുളസി പൂജ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ സൂര്യപൂജ ചെയ്യാം, അല്ലെങ്കിൽ ഗോപൂജ ചെയ്യാം, വ്രതങ്ങൾ അനുഷ്ഠിക്കാം, കണ്ണനെ ഭർത്താവായി ലഭിക്കാൻ കാത്യായനി ദേവിയെ പ്രാർത്ഥിക്കാം എന്നൊക്കെ അവർ ഓരോരോ ഉപായങ്ങൾ പറയുകയാണ്. രാധാറാണി അതൊക്കെ ചെയ്യുന്നു. തുളസി പൂജ ചെയ്യുന്നു, സൂര്യപൂജ ചെയ്യുന്നു, ഗോപൂജ ചെയ്യുന്നു, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. പക്ഷേ എല്ലാം ചെയ്തതിനപ്പുറവും ഇതൊക്കെ അനുഷ്ഠിച്ചിട്ടും കൃഷ്ണ സന്ദർശനം ലഭിക്കാത്തത് കൊണ്ട് വിരഹത്തിന് കുറവൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം മഹർഷിയായ ദുർവാസാവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം വൃഷഭാനു മഹാരാജാവിൻ്റെ ഭവനത്തിലെത്തിയത്. ശ്രീ രാധാറാണി സ്വന്തം കൈകൾ കൊണ്ട് അനേകം വിഭവങ്ങൾ പാകം ചെയ്തു മഹർഷിയെ സത്കരിച്ചു. സാധാരണ വളരെ പെട്ടെന്ന് കോപിക്കുന്ന മഹർഷിയാണ് ദുർവാസാവ്. പക്ഷെ അന്ന് അത്യന്തം സന്തുഷ്ടനായി അദ്ദേഹം രാധാറാണിയുടെ വിനയവും സദ്ഗുണങ്ങളും ഒക്കെ കണ്ട് സന്തോഷപ്പെട്ട് അദ്ദേഹം രാധാറാണിയെ ഇങ്ങനെ അനുഗ്രഹിച്ചു. സുപ്രസന്നോ മുനീന്ദ്രശ്ച രാധികായൈ വരം ദതൗ ത്വത്കരസ്പർശമാത്രേണേത്യന്നമാരോഗ്യദം ഭവേത്. രാധേ, ഇനി മുതൽ നീ പാകം ചെയ്യുന്ന ഭക്ഷണം അമൃതത്തിന് തുല്യമാകും. അത് ഭുജിക്കുന്നവർക്ക് രോഗങ്ങളും ക്ലേശങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഇങ്ങനെ അനുഗ്രഹിച്ചതും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. വൃഷഭാനു മഹാരാജാവ് ഓടി വന്ന് രാധയെ പൊക്കിയെടുത്ത് ഉമ്മ കൊടുത്തു. ആ ഒരു അനുഗ്രഹം അത് വളരെ വേഗം വ്രജമണ്ഡലമാകെ പരന്നു. ഇതിനിടയിലാണ് ശ്രീകൃഷ്ണ ഭഗവാന് രാധാവിരഹം കൂടുതൽ കൂടുതൽ ശക്തമായി തുടങ്ങിയത്. എൻ്റെ ഗുരുനാഥൻ ഭഗവാന്റെ ആ ഒരു അവസ്ഥയെ സംസ്കൃത ശ്ലോകങ്ങളിൽ അതിമനോഹരമായി വിവരിക്കുന്നുണ്ട്. ഭഗവാനപി ഗോവിന്ദോ രാധാവിരഹകർഷിതഃ ശോഭം ലേഭേ പ്രതിദിനം കൃഷ്ണപക്ഷ ശശാങ്കവത് നാലങ്കനീതി ചാത്മാനം ന ചാരയതി ഗോകുലം ന ക്രീഡതി യഥാ പൂർവം സാനന്ദം ഗോപബാലകൈഃ പരിഹാസം ന കുരുതേ വേണും വാദയതേ ന ച സദാ ധ്യാന നിമഗ്നോऽസൗ രാധാ 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 ഇതി ജൽപതി രാധാ രാധാ ഇതി ജൽപതി. ഭഗവാന്റെ ആ ഒരു നില അത് വർണ്ണിക്കുകയാണ്. ഭഗവാൻ ഗോവിന്ദൻ രാധാവിരഹത്താൽ അധികം ദുഃഖം അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം ക്ഷോഭിക്കുകയാണ്. പ്രതിദിനം കൃഷ്ണപക്ഷക്കാലത്ത് ചന്ദ്രൻ എങ്ങനെ ക്ഷയിച്ച് അവസാന അമാവാസി ദിവസം ചന്ദ്രൻ ഇല്ലാതാവുന്നു, അതുപോലെ കണ്ണൻ്റെ ആ ഒരു സന്തോഷവും ആ ഒരു പ്രസന്നതയെല്ലാം വന്ന് ക്ഷയിക്കുകയാണ്. നാലങ്കരോതി ചാത്മാനം, തന്നെത്താൻ വളരെ സുന്ദരമായി അലങ്കരിക്കുമല്ലോ, അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല അത്രേ. ന ചാരയതി ഗോകുലം, എപ്പോഴും അതിരാവിലെ നിറയെ തൻ്റെ ഗോസമൂഹങ്ങൾ എടുത്തുകൊണ്ട് കണ്ണൻ ഗോചരണം ചെയ്യാൻ പോകാറുണ്ടല്ലോ, അതിന് പോകാൻ മനസ്സില്ലത്രേ. ന ക്രീഡതി യഥാ പൂർവം സാനന്ദം ഗോപബാലകൈഃ, എപ്പോഴും തൻ്റെ സഖാക്കളായ ശ്രീധാമ, അതേപോലെ സ്തോകകൃഷ്ണൻ, മധുമംഗളൻ ഇവരോടൊപ്പം ഉല്ലസിച്ച് ചിരിച്ച് കളിക്കാറുണ്ടല്ലോ, അതിനിപ്പോൾ പോവാറില്ലത്രേ. പരിഹാസം ന കുരുതേ, പരിഹാസം ചെയ്യാറുണ്ടല്ലോ ഗോപിമാരോട് കൂടെ, അതിനിപ്പോൾ പോവാറില്ല.
വേണും വാദയതേന ച. അതിസുന്ദരമായി എല്ലാവരുടെ ഹൃദയവും കവർന്നെടുക്കുന്ന ആ വേണുഗാനം ചെയ്യാറുണ്ടല്ലോ, അത് ചെയ്യാൻ ഭഗവാന് സാധിക്കാതായി. സദാ ധ്യാന നിമഗ്നോസി രാധാ രാധാ ഇതി ജൽപതി. എപ്പോഴും ഭഗവാൻ കണ്ണൻ തൻ്റെ കണ്ണുകൾ മൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തോ ധ്യാനിക്കുന്ന പോലെ തോന്നുന്നു. അടുത്തു പോയി ചെന്ന് നോക്കിയാൽ ഭഗവാന്റെ ആ മൃദുവായ അധരത്തിൽ നിന്നും രാധ 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 എന്ന ഈ ഒരു നാമം ധ്വനിക്കുന്നുണ്ടായിരുന്നു അത്രേ. നാന്നമശ്നാതി ഗോവിന്ദോ നക്ഷീരം പിബതി പ്രഭുഹു. കണ്ണന് ഉണ്ണാൻ മനസ്സുണ്ടായിരുന്നില്ല. യശോദമ്മ നല്ല കേസരമൊക്കെ ഇട്ട് സുഗന്ധമയമായ ക്ഷീരം കൊണ്ട് കൊടുത്ത് കണ്ണാ കുടിക്കൂ എന്ന് പറഞ്ഞാലും യശോദമ്മ തന്ന ആ ക്ഷീരം കുടിക്കാൻ കൃഷ്ണന് മനസ്സില്ലത്രേ. ന നിദ്രാം ലഭത്തെ കൃഷ്ണോ ന സ്നാതി യമുനാ ജലേ. രാത്രി സമയം കണ്ണന് ഉറക്കില്ല. രാവിലെയാകുമ്പോഴോ സ്നാനം ചെയ്യാൻ യമുനയിൽ പോകണമല്ലോ, പോകാൻ മനസ്സില്ല. നിശ്വസൻ നിശ്വസൻ ദീർഘം ആകാശം പശ്യതി പ്രഭുഃ ഉന്മത്തവത് ബഭൂവാസോ രാധികാ വിരഹേണ ച. ദീർഘനിശ്വാസങ്ങൾ വിട്ടുകൊണ്ട് ആകാശവും നോക്കി ഇങ്ങനെ ഇരിപ്പ. ചില സമയം അട്ടഹസിച്ച് ചിരിക്കും, ചില സമയത്ത് ഓ എന്ന് പറഞ്ഞ് കരയും. ഒരു ഉന്മാദാവസ്ഥ പ്രാപിച്ച പോലെ. എല്ലാത്തിനും കാരണം രാധാവിരഹം. വിച്ഛിന്ന വനമാലാച കണ്ഠാന്നിപതിതാ ഭുവി മുരളീ ഗളിതാ ഹസ്താത് കൃഷ്ണമേവ പ്രതീക്ഷത്തെ. ഭഗവാന്റെ കഴുത്തിലുള്ള എന്നും വാടാത്തതായ ആ വനമാല പോലും വാടിപ്പോയത്രേ. എപ്പോഴും കൈകളിൽ വെച്ച് കളിക്കുന്ന ആ മുരളി കയ്യിൽ നിന്ന് ഉരുണ്ട് താഴെ വീഴുന്നു. ഇങ്ങനെ പലതും യശോദമ്മ കാണുകയാണ്. പുത്രം പ്രാണപ്രിയം ദേവി യശോദാ പുത്രവത്സല വിലോക്യ പ്രാപ ശങ്കാഞ്ച ചിന്താം നന്ദ കുടുംബിനി. തൻ്റെ പ്രാണപ്രിയനായ പുത്രൻ ഇങ്ങനെ ഒരു കഷ്ടം അനുഭവിക്കുകയാണല്ലോ, ഇതെന്ന് എങ്ങനെയെങ്കിലും ഈ കണ്ണനെ ശരി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് നന്ദകുടുംബിനിയായ യശോദമ്മ എന്താ ചെയ്യുക എന്ന് ചിന്താകുലയായി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പൗർണമാസി ദേവിയും മറ്റു ഗോപികമാരും മാതാ യശോദയോട് പറഞ്ഞത്, വൃഷഭാനു മഹാരാജാവിന്റെ മകൾ ശ്രീമതി രാധാറാണിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? രാധാറാണി പാകം ചെയ്യുന്ന ഭക്ഷണം ഭുജിച്ചാൽ എല്ലാ രോഗങ്ങളും മാറുമെന്ന് മഹർഷി ദുർവാസാവ് സ്വയം അനുഗ്രഹം നൽകിയിട്ടുണ്ടത്രേ. ഒരു ദിവസം രാധാറാണിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് കൃഷ്ണന് വേണ്ടുന്ന ഭക്ഷണം പാകം ചെയ്യാൻ പറയൂ എന്നിങ്ങനെ പറഞ്ഞതും യശോദമ്മയ്ക്കുണ്ടായി വലിയ സന്തോഷം. ഉടൻ തന്നെ രാധാറാണിയെ ക്ഷണിച്ചു. രാധാറാണിക്കോ അതിലും വലിയ സന്തോഷം. കാരണം എത്ര നാളായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ കണ്ണനെ വീണ്ടും കാണാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ. അതുകൊണ്ട് രാധാറാണി നന്ദഭവനത്തിലെത്തി. അവിടെ ശയ്യയിൽ വിശ്രമിക്കുന്ന കണ്ണനെയാണ് ആദ്യം കണ്ടത്. രാധാറാണിയും ഒരു നിമിഷം കണ്ണൻ നോക്കി. ആ നോട്ടത്തിൽ വിരഹത്തിന്റെ എല്ലാ വേദനയും അലിഞ്ഞുപോയി. യശോദമ്മ രാധാറാണിയെ കണ്ട ഉടൻ തന്നെ അതിയായ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു, സ്നേഹത്തോടെ നെറ്റിയിൽ ചുംബിച്ചു. എത്ര സുന്ദരിയായ കുട്ടിയാണ് നീ. രാധാറാണി യശോദമ്മയെ നമസ്കരിച്ച് താൻ വന്ന കാര്യം നിറവേറ്റാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി. അനേകം വിഭവങ്ങൾ പാകം ചെയ്തു. എല്ലാം തയ്യാറായപ്പോൾ യശോദമ്മ പറഞ്ഞു, മോളെ, കൃഷ്ണനെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കൂ. രാധാറാണി സ്നേഹത്തോടെയും ലജ്ജയോടെയും ഭക്ഷണം വിളമ്പി. കണ്ണൻ ആ ഭക്ഷണം മുഴുവനും ഭുജിച്ചു. അതിനുശേഷം വിരഹത്തിൽ വാടിയിരുന്ന മുഖത്ത് വീണ്ടും പുഞ്ചിരി വിരിഞ്ഞു. ശരീരം മുഴുവൻ ഉന്മേഷം നിറഞ്ഞു. യശോദമ്മയ്ക്ക് അതിയായ സന്തോഷം. ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, എനിക്കിനി ദിവസവും ഈ ഭക്ഷണം തന്നെ വേണമെന്ന് തോന്നുന്നു. യശോദമ്മ ചിരിച്ചോണ്ട് സ്നേഹത്തോടെ പറഞ്ഞു, ഏവമസ്തു ഘനശ്യാമ രാധികാ വാർഷഭാനവി സ്നുഷാ ഭവതു മേ ശീഘ്രം തേ പിതാപ്യനുമോദതാം ഏവമസ്തു ഘനശ്യാമ. കണ്ണാ, നിനക്ക് ഈ ഭക്ഷണം അത്രയ്ക്കിഷ്ടായോ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇത് നിനക്ക് ദിവസവും കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ എൻ്റെ മരുമകളാക്കാം എന്ന് പറഞ്ഞു.
ആ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പുഞ്ചിരിച്ചു. പക്ഷെ രാധാറാണിക്കുണ്ടായ ലജ്ജ അതുകൊണ്ട് തല താഴ്ത്തി ഇങ്ങനെ, പക്ഷെ സന്തോഷമായി. കാരണം ഇതാണല്ലോ താൻ ആഗ്രഹിച്ചത്, ഇതിനു വേണ്ടിയാണല്ലോ അത്രയ്ക്കും വ്രതങ്ങളും തുളസി പൂജയും ഗോപൂജയും ഒക്കെ ചെയ്തത്. അതിൻ്റെ ഫലം ഇപ്പൊ സാക്ഷാത് യശോദമ്മ തന്നെ പറഞ്ഞല്ലോ, രാധയെ ഇഷ്ടപ്പെട്ടല്ലോ അവർ. അതുകൊണ്ട് രാധാറാണി സന്തോഷ സമുദ്രത്തിൽ ഇങ്ങനെ ആറാടുകയാണ്. പക്ഷേ ലജ്ജയുണ്ടായി, തല താഴ്ത്തി പിടിച്ച് നിൽക്കുകയാണ്. അവിടുന്ന് ഓടിയാൽ കൊള്ളാമെന്ന് തോന്നി. ഭഗവാനെ കാണാൻ അത്രയ്ക്കൊരു ലജ്ജ. അതുകൊണ്ട് അവിടുന്ന് മടങ്ങിപ്പോകാം എന്ന് തീരുമാനിച്ച് തയ്യാറാവുന്ന സമയത്ത് യശോദമ്മ വീണ്ടും രാധാറാണിയെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു. രാധാറാണിയുടെ അതുല്യമായ സൗന്ദര്യവും വിനയവും സദ്ഗുണങ്ങളും കണ്ടപ്പോൾ യശോദമ്മയുടെ ഹൃദയം വാത്സല്യം കൊണ്ട് നിറഞ്ഞു. അന്നത്തെ ആചാരപ്രകാരം ഭാവി മരുമകളുടെ കൈകളിൽ മഞ്ഞൾ പുരട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ മാതൃസ്നേഹത്തിൽ യശോദമ്മ രാധാറാണിയുടെ കൈകളിലും കവിൾത്തടത്തും പാദങ്ങളിലും മഞ്ഞൾ പുരട്ടി. രാധാറാണി ആ സ്നേഹം വിനയപൂർവ്വം സ്വീകരിച്ചു. എന്നാൽ തിരികെ ബർസാനയിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഒരു ചിന്ത രാധാറാണിയുടെ മനസ്സിൽ ഉദിച്ചു. ഇപ്പോൾ വിവാഹം നടന്നിട്ടില്ലല്ലോ, കൈകളിൽ ഈ മഞ്ഞൾ കണ്ടാൽ വീട്ടിലുള്ളവരും സഖിമാരും എന്ത് ചിന്തിക്കും? അവർ ചോദിച്ചാൽ എന്തു മറുപടി പറയും? ആ ഭാവം രാധാറാണിയെ അല്പം ലജ്ജിപ്പിച്ചു. അതുകൊണ്ട് വീട്ടിലെത്തുന്നതിന് മുമ്പ് രാധാറാണി ഈ ഒരു സരോവരത്തിൻ്റെ കരയിലെത്തി വളരെ ശാന്തമായി കൈകളിലെ മഞ്ഞൾ കഴുകാൻ തുടങ്ങി. അപ്പോൾ ഒരു അത്ഭുതകരമായ ലീല സംഭവിച്ചു. രാധാറാണിയുടെ കൈകളിൽ നിന്ന് കഴുകിപ്പോയ മഞ്ഞളാൽ ഈ സരോവരത്തിലെ വെള്ളം മുഴുവൻ മനോഹരമായ മഞ്ഞ നിറമായി മാറി. അന്നു മുതൽ ഈ വിശുദ്ധ സരോവരം പീലി പോഖാർ എന്ന പേരിൽ അറിയപ്പെട്ടു. പീലി എന്നാൽ മഞ്ഞ, പോഖർ എന്നാൽ സരോവരം. അങ്ങനെ മഞ്ഞ സരോവരം എന്ന അർത്ഥം വരുന്ന പേരാണ് ഈ സ്ഥലത്തിന് ലഭിച്ചത്. ഈ സ്ഥലത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, പീലുഖോര. മുമ്പ് ഇവിടെ ധാരാളം പീലു എന്ന ഒരുതരം മരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും രാധാറാണിയും കൃഷ്ണനും സഖിമാരോടൊപ്പം ഇവിടെ വന്ന് പീലു പഴങ്ങൾ പറിക്കുന്നതിൻ്റെ പേരിൽ നിരവധി ലീലകൾ നടത്തിയിരുന്നുവെന്നും ഭക്തിഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം പീലുഖോര എന്ന പേരിലും പ്രശസ്തമായി. ആ ഒരു സരോവരത്തിൻ്റെ കരയിൽ കുറച്ചു നേരം നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയായിരുന്നു. നാം വായിക്കുന്ന ഓരോ ലീലയ്ക്കും ഒരു സാക്ഷിയുണ്ട്, ഒരു സ്ഥലമുണ്ട്, ഒരു പുണ്യസ്മരണമുണ്ട്. ആ സ്ഥലത്ത് നേരിട്ട് നിൽക്കുമ്പോൾ ആ കഥകൾക്ക് മറ്റൊരു ജീവൻ ലഭിക്കുന്നു. എത്ര തവണ ഈ ലീല വായിച്ചിട്ടുണ്ടെങ്കിലും പീലി പോഖാറിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ അത് ആദ്യമായി കേൾക്കുന്നത് പോലെ. ഇതേ കരയിലായിരിക്കുമോ ശ്രീ രാധാറാണി വന്നിരുന്നത്? ഈ ജലത്തിലായിരിക്കുമോ രാധാറാണി തൃക്കൈകൾ കഴുകിയിരുന്നത് എന്ന ചിന്തകൾ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരുന്നു. ഭക്തിയുടെ ലോകത്ത് ചില അനുഭവങ്ങൾ തെളിവുകളെക്കാൾ വലിയവയാണ്. അവിടെ നിന്ന് ആ കുറച്ച് നിമിഷങ്ങൾ എൻ്റെ മനസ്സിൽ ഇന്നും അറിയാതെ നിൽക്കുന്നു. ബർസാനയിൽ എത്തുന്നവർ ശ്രീജി മന്ദിര ദർശനം മാത്രം നടത്തി മടങ്ങരുത്. കുറച്ച് സമയം മാറ്റിവെച്ച് വളരെ അടുത്തുള്ള പീലി പോഖാറും സന്ദർശിക്കൂ. അവിടുത്തെ ശാന്തത അനുഭവിക്കൂ. ഈ മനോഹരമായ ലീല മനസ്സിൽ ഓർത്തുകൊണ്ട് കുറച്ചു നേരം അവിടെ ഇരിക്കൂ. അപ്പോൾ മനസ്സിലാകും, വൃന്ദാവനം ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമല്ല. ഓരോ വഴിയും, ഓരോ കുന്നും, ഓരോ കുണ്ടമും ശ്രീ രാധാകൃഷ്ണന്മാരുടെ അനന്തമായ പ്രേമലീലകളുടെ ഓർമ്മകൾ ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ഒരു ദിവ്യ സാക്ഷിയാണെന്ന്. ജയ് ശ്രീ രാധേ. ഹരേ കൃഷ്ണ.